നമ്മായിരുന്നിടത്തൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു. ആ ഉന്നതനായ, ആ അത്യുന്നതനായ ദൈവത്തെ അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ, അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുള്ളല്ലോ. ഓ, നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതനീ, അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ, അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവം. അടുത്തതാണ് ഹൃദയം തട്ടി പാടേണ്ടത്. നടത്തിയ വഴികളെ കരുതിയ കരുതൽ നീരച്ചിടുമ്പോ. ഓ, നടത്തിയ വഴികളെ കരുതിയ കരുതൽ നീരച്ചിടുമ്പോ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതനീ, അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനീ, അത്യുന്നതനീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ. മുമ്പേ പാടി ഒന്നുകൂടെ പ്രാർത്ഥ്യ വിധങ്ങൾ. നടത്തിയ വിളികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീരച്ചി. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീരച്ചിടുമ്പോ.
അത്യുന്നതനീ അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ മാത്രം ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ മാത്രം ദൈവമെന്നും. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാതെ രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി. കൈകൾ ആരോഗ്യമുള്ളവർ രണ്ട് കൈയും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി അപ്പന്റെ മുമ്പിൽ ഒന്ന് പൂർണ്ണമായി സറണ്ടറായി. കർത്താവേ, ഈ വിശുദ്ധ പകൽ എന്നെ കൊണ്ടുവന്നല്ലോ. സഹോദരന്മാർ എല്ലായിടത്തും വിശുദ്ധ കൈ ഉയർത്തി പ്രാർത്ഥിക്കും. നിനക്ക് കൈ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ കരങ്ങൾക്ക് എന്തോ ബലഹീനതകൾ ഉണ്ടെന്നുള്ളതാണ്. വിശുദ്ധ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കൈ അതരം കൊണ്ട്, ഹൃദയം കൊണ്ട്, ശരീരം കൊണ്ട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ സഹോദരന്മാരെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. സഹോദരിമാർ തലയിൽ മൂടുപടമിട്ട് പ്രാർത്ഥിക്കട്ടെ. ആലയത്തിൽ വരുമ്പോൾ തലയിൽ മൂടുപടം നീങ്ങാൻ പാടില്ല. ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ ഇവിടെ ചുറ്റി മിന്നുമ്പോൾ, അവന്റെ ആ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നെ ഇരുത്തുമ്പോൾ, അഹോരയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യത്തെക്കാൾ, മറുപമലിൽ ഇറങ്ങിയ ദൈവമഹത്വത്തെക്കാൾ ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ആലയത്തിൽ ഇറങ്ങേണ്ടതിന് കരം ഉയർത്തി അല്പസമയം എല്ലാ വായും തുറന്ന് ഒന്നിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി അടുത്തിരിക്കുന്ന വ്യക്തി കേൾക്കട്ടെ, സ്വർഗം കേൾക്കട്ടെ. ഇന്ന് പകൽ അതരം തുറക്കുക, അതരം തുറക്കുക, കരം ഉയർത്തുക, അതരം തുറക്കുക, കരം ഉയർത്തുക, അതരം തുറക്കുക. യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ട് കരമൊന്ന് വീശണമെങ്കിൽ കരമൊന്ന് വീശി ദൈവമഹത്വത്തിന്റെ ആ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന് മരിച്ചു മൺമറഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, കുഴിമാടം വെട്ടി അതിനകത്ത് മൂടേണ്ട സ്ഥാനത്ത് COVID-19 പോസിറ്റീവായി ഒത്തിരി പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഒരു കുറവുമില്ലാതെ ഇന്ന് പകൽ ആലയത്തിൽ നിന്നെ കൊണ്ടുവന്ന വിധമോർത്ത് അവൻ എത്രയോ പേര് അവൻ ആലയത്തിൽ വരാൻ കഴിയാതെ മടി പിടിച്ചിരിക്കുമ്പോ, അവർക്ക് ഇതിനടുത്ത് താല്പര്യം കുറഞ്ഞിരിക്കുമ്പോ ദൈവം നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന ആ വിശ്വസ്തതയ്ക്കായി കരം ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ട്, യേശുവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മൂടുന്നവേ, സകലതും മറന്നു നിന്നെ ആരാധിപ്പാൻ അങ്ങയുടെ തേജസ്സിന്റെ മറവ് ഞങ്ങളെ ഇരുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറക്കും പോലെ നന്ദി യേശുവേ, നന്ദി യേശുവേ. ഗാനം ചേർന്ന് പാടി ആത്മാവ് ദൈവത്തെ സ്തുതിക്കും. നീ ചെയ്ത നന്മകൾ
ശക്തി കൊണ്ട് ബലം കൊണ്ടല്ല, കൈയുടെ ബലത്താലല്ല, അവിടുത്തെ കരുണ കൊണ്ടാണ് എന്നെ നടത്തിയത്. ഒരു പാതയിൽ അവൻ എന്നെ നടത്തിയതാ. നേടുകയിൽ കാരം പീഡിച്ചു എന്നെ നടത്തിയതാ. എന്നെ നടത്തിയതാ. വൈഷമ്യം നേടുകയിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ. കൊണ്ട് അതിന് ദേശീയ നന്ദിയപ്പ അവിടുത്തെ കൊണ്ടുവരുവാ. അവിടുന്ന് കരുണ കാണിച്ചത് കൊണ്ട് നന്ദി എന്ന് പറയുന്ന കരമടിച്ച് ആത്മാവിലൊന്ന് ശക്തിപ്പെട്ട് ആത്മാവിലൊന്ന് ബലം പ്രാപിച്ച് മൗനമായിരിക്കാതെ അലക്ഷ്യമായിട്ടിരിക്കാതെ അതിലും തുറന്ന് കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. എന്തുകൊണ്ട്? അവൻ ഇന്നുപോയി നമ്മെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട്, ജീവനുള്ള ദേശത്ത് അവൻ നമ്മെ ശേഷിപ്പിച്ചതുകൊണ്ട് അവന് നന്ദി പറയുകയാണ്. കരമടിച്ച് യേശുവിന് നന്ദി പറയാ. സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൂ. അഭിഷേകത്തിന്റെ മേൽ വന്ന് വീഴും. സ്തുതി പറഞ്ഞു തുടങ്ങിക്കൂ. ദൈവശക്തിയുടെ മേൽ വന്ന് വീഴും. ഫ്രീഡം ഉള്ളപ്പോൾ, സ്വാതന്ത്ര്യമുള്ളപ്പോൾ ആരാധനയ്ക്ക് വരുന്ന അന്തരീക്ഷം നമുക്കറിയാം. ഇത് 1 മണിക്കൂറത്തെ സഭായോഗമാണ്. ഏറ്റവും വില കൊടുത്തുള്ള സഭായോഗങ്ങളാണ്. നന്നായി കർത്താവിനെ ആരാധിക്കണം.
കരമടിച്ച് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. കർത്താവേ, ഇവിടെ വന്ന് ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കാൻ എൻ്റെ പ്രാണനോട് കാണിച്ച സ്നേഹം എത്ര വലുതാണെന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചോണ്ടിരുന്നോ. 1 മണിക്കൂർ സമയം സകലതും മറന്ന ദൈവത്തെ സ്തുതിക്കണം, സകലതും മറന്ന ദൈവത്തെ ആരാധിക്കണം. നമുക്ക് എഴുന്നേൽക്കുന്ന ഒരു പാട്ടോട് പാടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. സേനയിൽ അധിപൻ, ദേവനിൽ അതിയായി ആശ്രയിക്കുന്നവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ. ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം പകൽ ആലയത്തിനകത്ത് നന്മ പ്രാപിപ്പാനൊക്കെ വേണം. കരമടിച്ചു ചേർത്ത് പാടി ആത്മാശക്തിയോട് ദൈവത്തെ സ്തുതിക്കാം. Oh, yeah,
ഘോഷിക്കുന്ന ഹൃദയം സന്തോഷത്തോടെ ദൈവത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് കരമടിക്കുക, സ്തോത്രം പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള ദൈവശക്തി നിന്റെ മേൽ വ്യാപരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം, നിന്നോട് കരുണ കാണിക്കാൻ തക്കവണ്ണം ശക്തമായ ഒരുപാട് ആരാധനയ്ക്ക് വരാൻ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ മകനെ കൊണ്ടുവന്നതിനൊത്തവണ്ണം ശരീരത്തിന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ മകനെ തുടർന്ന് ആരാധന ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, നിന്നെ ഉറ്റുനോക്കുന്ന ഒരു ദൈവത്തിന്റെ മകന്റെ നടുവിലുണ്ട്. നിന്റെ വിശാലതകൾ അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ അറിയുന്ന ഒരു ദൈവം.
നല്ല ശബ്ദത്തിൽ ലോക ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 100 പേർക്ക് ഇരുന്ന് ആരാധിക്കാനുള്ള ഫ്രീഡം ഗവൺമെന്റ് കൽപ്പിച്ചിട്ടുണ്ട്. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സഭായോഗങ്ങൾ, വില കൊടുത്ത സഭായോഗങ്ങൾ അന്ത്യത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻഡ് ടൈമിലേക്ക് നീങ്ങുകയാണ്. എല്ലാം അവസാനിക്കാറായി. എല്ലാവരും പറയുന്നു എല്ലാം അവസാനിക്കാറായി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മാസ്ക് വെച്ച്, ഗ്ലൗസ് വിട്ട്, സാനിറ്റൈസർ യൂസ് ചെയ്ത് ഏതെങ്കിലും സഭായോഗത്തിൽ? എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? ഒരു വലിയ വിപത്ത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മരുന്ന് കണ്ടുപിടിക്കാൻ എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. മരുന്ന് കണ്ടുപിടിച്ച് മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ഭയങ്കരമായിരിക്കും. ഈ കൊറോണ വൈറസ് അവസാനിക്കും, പക്ഷെ അടുത്ത വൈറസ് രൂപാന്തരപ്പെടും. ഇതിനേക്കാൾ ശക്തിയേറിയ പ്രശ്നങ്ങളിലൂടെ ലോകം കടന്നു പോകും. ഇതിനേക്കാൾ ശക്തിയേറിയ പ്രതികൂലത്തിലൂടെ ലോകം കടന്നു പോകും. ഇത് ദൈവത്തിന്റെ നിശ്ചയം. ബൈബിൾ അനുസരിക്കുന്നവർക്കറിയാം, പഠിക്കുന്നവർക്കറിയാം. ദൈവഹിതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്തിലേക്ക് നീങ്ങുകയാണ്. മഹോപദ്രവ കാലത്ത്, അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കേണ്ട ക്ഷാമവും ഭൂകമ്പവും അതിന് മുന്നോടിയായി ഇവിടെ സംഭവിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊന്നും കണ്ട് ലോകം ഭയപ്പെടുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ഇന്നലെ തന്നെ കണ്ടില്ലേ, പൊന്നാനിയിൽ ഒരു പിതാവിനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക്കൾ അവൻ ഒന്നിച്ചു ചേർന്ന അപ്പനെ അടിച്ച് മുറ്റത്ത് തല്ലിക്കൊന്നിട്ട സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രയോ ദാരുണമായ സംഭവങ്ങൾ നടക്കുകയാണ്. മനുഷ്യൻ മൃഗതുല്യനായി മാറുകയാണ്, കഠിനഹൃദയരായി മാറുകയാണ്. ഇനി കോവിഡ് അല്ല, ഇതിനേക്കാൾ വലുത് വന്നാലും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. കുറ്റം പറയാനും ആക്ഷേപിക്കുവാനും മറ്റുള്ളവരെ പരിഹസിക്കുവാനുള്ള സ്വഭാവത്തിന് ഉടമകളായി ആയിരങ്ങൾ തീർന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവേ, അവിടുത്തെ മടങ്ങി വരവിൽ എന്നെ കൈവിടരുത് എന്നുള്ള കരച്ചിലോട്, നിലവിളിയോട് ഇന്ന് പകലുമായിരിക്കുന്ന ഈ ജനത്തെ ഓർത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാൻ 2 കരങ്ങൾ ഉയർത്തി കർത്താവ്, നീ മാത്രം സ്തുതിക്ക് യോഗ്യൻ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നിന്നെ ഞാൻ സ്തുതിക്കുന്നു കർത്താവേ. എന്റെ ഭാവിയെല്ലാം അവിടുത്തെ കരങ്ങളിലാണ്. അവിടെ തന്നെ കരുതുന്നവൻ, അവിടെ തന്നെ നടത്തുന്നവൻ എന്നുള്ള ഓർമ്മയുണ്ട്. വിശ്വസ്തതയ്ക്കുമായ സ്തോത്രം. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ കൊണ്ടാകിയാൽ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ അഭിഷേകത്തിനെ ശക്തമായി പകൽ ഉപയോഗിക്കണമേ. ദൂതുകൾ ഇതുപോലത്തെ ജനത്തിന്മേൽ പകരുവാൻ അഭിഷേകത്തോട് കൊണ്ടുവന്ന സ്തോത്രം. യേശുവിൽ അഭിഷേകം കേൾക്കണം സ്വർഗ്ഗ പിതാവേ.
പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 27 ഗാനപ്രതിഗാനമായി ആലപിക്കുന്നു. യഹോവ എന്ന് വിളിച്ചാൽ രക്ഷയമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. അടുത്ത ദിവസത്തിൽ ഉന്നത കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. നിന്റെ മുഖം എനിക്ക് മറക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്ന രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയും അരുത്. വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ള ദേശത്തെ ഓട് നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിലും പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇവിടുത്തെ വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരാധിക യോഗ്യനായിട്ടവനെ എല്ലാവരും ചേർന്ന് ആരാധിക്കാം. സർവഭൂമി അവന്റെ മഹത്വം നൽകിയാൽ അവന് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. വായുടെ ചാരി നിൽക്കരുത്. ആരാധിക്കാൻ വന്നവരെല്ലാം വാതുറന്ന് ആരാധിക്കണം. കൈയുള്ളവരെല്ലാം കൈ ഉയർത്തി പിടിക്കണം. കൈ ഉയർത്താൻ കഴിയില്ലെങ്കിൽ കൈയടിക്കണം. നിശ്ചലമായി ആരും നിൽക്കരുത്. ദൈവത്തെ ആരാധിക്കുകയാണ്. മഹോന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിമേൽ വസിക്കുന്നവൻ. ഓ ഹല്ലേലൂയ. പഴയ നിവൃത്തന്മാർ പോലും ദൈവത്തെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. ഉറക്കെ വിളിക്കാം, ദൈവത്തോട് ഉറക്കെ വിളിക്കാം. നമുക്ക് സ്തോത്രം ചെയ്യാം. കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാം. ദൈവത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാം. നമ്മുടെ അകത്തും ദൈവത്തിന് കൊടുക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് കൊടുക്കാം. ആബേൽ ഒരാട്ടുകുട്ടിയെ കൊണ്ടുവന്ന പോലെ ജീവനുള്ള സ്തോത്രങ്ങൾ, ജീവനുള്ള സ്തുതികൾ, ജീവനുള്ള ദൈവമഹത്വങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെട്ട് കായിൻ്റെ കൃഷി സാധനം പോലെ നിശ്ചലമായിട്ടിരിക്കരുത്. ദൈവം പ്രസാദിക്കുന്ന ആബേലിലുവൻ്റെ വെടിപാടിലുമാണ്. നമുക്ക് സത്യാരാധനക്കാരായി നിൽക്കാം, ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കാം. തിരുമഹത്വം എഴുന്നള്ളണമേ, തിരു സാന്നിധ്യം എഴുന്നള്ളണമേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ ഉത്തരവുള്ളണമേ. എല്ലാവരും ചേർന്ന് കൈയുയർത്തി അത്യുച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയങ്ങളുടെ കർത്താവ് സംസാരിക്കേണ്ടതിന് വായിച്ച് ഭയഭക്തിയോടെ മൗനമായി ദൈവശബ്ദത്തിന് കാതോർത്തോടെ നിൽക്കാം. യുദ്ധങ്ങൾ വരുമ്പോൾ, പ്രതിക്ഷോഭങ്ങൾ വരുമ്പോൾ ആളുകൾ സുരക്ഷിതമായ സ്ഥാനം തേടും. നിന്റെ സുരക്ഷിതമായ സ്ഥാനം ഞാനാണ്. നിന്റെ പാറമേൽ നിന്നെ ഞാൻ ഉയർത്തും. നിന്റെ കൂടാരത്തിൽ നിന്നെ ഞാൻ മറയ്ക്കും. പെരുവെള്ളം കവിഞ്ഞു വന്നു, പക്ഷേ നിന്നെ ഞാൻ പരിപാലിച്ചു. കൊടുങ്കാറ്റടിച്ചു, നിന്നെ ഞാൻ പരിപാലിച്ചു.
എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നി. നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തന്നു. നിൻ്റെ മേൽ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ, നിൻ്റെ ശുശ്രൂഷയുടെ മേൽ, നിനക്കുള്ള സകലത്തിന്മേലും ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. എന്നാൽ ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്, ഞാൻ ഉത്തരമുള്ള ദൈവമാണ്. ഞാൻ നിന്നോട് കൃപ കാണിച്ചിരിക്കുന്നു. എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ്, എടുത്തിരുന്നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അവിടുത്തെ തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുമല്ല, കടങ്ങളിലെങ്ങനെ ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിൽ പ്രവേശിപ്പിക്കുക, ദുഷ്ടരെ ഞങ്ങളെ വിടുവിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ, ഇല്ല ബലപ്പെടുത്തണമേ. വിവിധ ആവശ്യങ്ങളുമായി കൃപാസനത്തിൻ്റെ അടുക്കൽ ഇന്ന് വന്നിരിക്കുന്ന ഓരോരുത്തരോടും അവിടുന്ന് മനസ്സിലാക്കണമേ. ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും എന്താണോ ആവശ്യം അവിടെ വിവേചിച്ചുകൊണ്ട് ദൈവം തന്നെ അവർക്ക് ഉത്തരമല്ലണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതോടെന്നാൽ രാജ്യശക്തി മഹത്വം ബോധ്യ സ്തുതി സ്തോത്രം ആരാധനയും എന്നേക്കും അങ്ങേക്കും മാത്രമുള്ളത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. എല്ലാം ദൈവസന്നിധിയിരിക്കാം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ട കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ കാലത്തും ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ വാഞ്ച നിമിത്തം വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 2020 ആരംഭിച്ചപ്പോൾ വളരെ ആളുകൾ പ്രതീക്ഷിച്ച ഉണർവിൻ്റെ വർഷമാണ് 2020. അഭിവൃദ്ധിയുടെ വർഷമാണ്, ഉയർച്ചയുടെ വർഷമാണ്, വിശാലതയുടെ വർഷമാണ്. അങ്ങനെ പ്രവചിക്കവരെ ചെയ്തു. പക്ഷെ ആ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോയി. ഏറ്റവും വലിയ ഭയങ്കരമായ വിപത്തിൻ്റെ കാലമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ. ഡോക്ടേഴ്സ് ഈ രോഗം ബാധിച്ചു മരിച്ചു. നേഴ്സസ് ഈ രോഗം ബാധിച്ചു മരിച്ചു. സമ്പന്നന്മാർ, രാഷ്ട്ര നേതാക്കൾക്കെല്ലാം ഈ രോഗം പിടിപെട്ടു. എന്നാൽ ദൈവം നമ്മളെ അവൻ്റെ കൈക്കകത്ത് അത്ഭുതകരമായി സൂക്ഷിച്ചത് കൊണ്ട് നന്ദിയുണ്ടെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആരാധന ദൈവത്തെ സ്തുതിക്കാനുള്ള സ്ഥലമാണ്. ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സ്ഥലമാണ്. ആരാധന മൗനമിരിക്കാനുള്ള സ്ഥലമല്ല. ആരാധന കാണാൻ പോകുന്നവരുണ്ട്. അത് ഈ സഭയിലല്ല. ചില സഭയിലുണ്ട് കുർബാന കണ്ടാൽ മതി. കാണാൻ ഇവിടെ കാണാനൊന്നുമില്ല. ഇവിടെ ഉള്ളത് സ്തുതിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള വായുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. അതിരങ്ങൾ തന്ന ദൈവത്തെ സ്തുതിക്കുവാനാണ്. ശബ്ദം തന്ന ദൈവത്തെ സ്തുതിക്കുവാനാണ്. നന്ദിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഷ്ടതയിലൂടെ കടന്നുപോയ മനുഷ്യനാണ് ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാവരും അവനെ ഉപേക്ഷിച്ചു. അവൻ്റെ അപ്പനും അമ്മയും വരെ അവനെ ഉപേക്ഷിച്ചു. അവൻ്റെ സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവ എൻ്റെ വിളിച്ചു, എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയും ഭയപ്പെടും. പേടിപ്പിക്കുന്ന സ്ത്രീകൾ കടന്നു വരും. ആളുകളൊക്കെ മാറിപ്പോകും. സഹായിപ്പാൻ ആരുമില്ലെന്ന് വരും, പരിപാലിക്കാൻ ആരുമില്ലെന്ന് വരും. പക്ഷേ യഹോവ എൻ്റെ വിളിച്ചു, എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയും ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെയും പേടിക്കും. ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റിക്കളയണം, പേടി മാറ്റിക്കളയണം. പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ ചുറ്റുപാട് നടക്കും. എന്നാൽ അത് നിന്നോടടുത്ത് വരികയില്ല. നിൻ്റെ കൈക്കൊരാൾ പിടിച്ചിട്ടുണ്ട്. നിന്നെ പരിപാലിക്കാമെന്ന് പറഞ്ഞൊരാളുണ്ട്. നിന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞൊരാളുണ്ട്. നിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞൊരാളുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ സത്യവാനാണ്, അവൻ മാറിപ്പോകുന്നവനല്ല. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസത്തിനാൻ എന്നോട് അടുക്കും. വൈരികൾക്കും ദുഷ്കർമ്മികൾക്കും എന്നെ കൊല്ലാൻ മാത്രമല്ല, എൻ്റെ മാംസം തിന്നാൻ തക്കോണം വൈരാഗ്യമാണ്. പക്ഷേ അടുക്കുമ്പോൾ അവരിടറി വീഴും, നീ ഇടറി വീഴത്തില്ല. നിന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് ഒരു വലിയ കാവൽ കടക്കണമെന്നവരറിയുന്നത്. ആ കാവൽ സർവശക്തനായ ദൈവമാണ്. ദൈവത്തെ മറികടന്നുകൊണ്ട് ഒരാൾക്കൊന്നും നേരിടാൻ കഴിയുകയില്ല. ദാവീദിനതറിയാം. ഒരു സൈന്യം എന്നെതിരെ പാളിയിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും.
ഏറ്റവും വലിയ പ്രതിസന്ധികളിലും ദൈവത്തിൽ ശരണപ്പെട്ട് ധൈര്യത്തോടെ ജീവിക്കുക. മനസ്സ് പതറിപ്പോകരുത്, മനസ്സ് ക്ഷീണിച്ചു പോകരുത്, മനസ്സിൽ നിരാശകൾ കിടക്കരുത്. ഇന്നലെക്കുറിച്ച് ഓർക്കണ്ട, ഭൂതകാലത്തെ ഓർക്കണ്ട, ഭൂതകാലത്തെ പരാജയങ്ങൾ ഓർക്കണ്ട, ഭൂതകാലത്ത് അതിയായിരുന്നു നല്ലതായിരുന്നു, ഇതായിരുന്നു നല്ലതായിരുന്നു എന്ന് ചിന്തിക്കേണ്ട. അത് കഴിഞ്ഞുപോയി, ഭൂതകാലം കഴിഞ്ഞുപോയി. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കുകയേ വേണ്ട. ഇന്ന് ദൈവം നടത്തും, നാളെയും ദൈവം നടത്തും. അത് ഓർത്താൽ മതി. ഇന്ന് ദൈവം പരിപാലിച്ചു, നാളെയും പരിപാലിക്കും. ഇന്ന് ദൈവം കൈവിടുന്നില്ല, നാളെയും ദൈവം കൈവിടുന്നില്ല. പണ്ടൊക്കെ എന്തുണ്ടായി അതിൻ്റെ വിഷയമല്ല, അതെല്ലാം പോയി കഴിഞ്ഞു, പോയി മറഞ്ഞു. ഞാൻ ജീവിക്കുന്ന ഇന്നാണ്. ഇന്ന് ബലമുള്ളൊരു കരം എന്നെ പിടിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ പേടിക്കുകയില്ല. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തനായ, ഹൃദയത്തിൽ ആത്മധൈര്യമുള്ള ഒരു സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളാണ്. എന്നാൽ 7-ാം വാക്യം വരുമ്പോൾ, യഹോവേ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമറിയണമേ. കേട്ടുവയ്ക്കുക, നിങ്ങൾ തന്നെ ഉറക്കം പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ചെവിയെ കണ്ടില്ലേ? ദൈവത്തിൻ്റെ ചെവിക്ക് വേണ്ടിയല്ല, നമ്മുടെ അകത്ത് ഹൃദയത്തിലുണ്ടാകുന്ന വികാരങ്ങൾ കൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആളുകൾ മരിക്കുമ്പോൾ സ്വന്തക്കാർ കരയുന്നത്? കരയാതിരുന്നാൽ പോലെ, കരയാതിരുന്നാൽ പോലെ എന്ന് പറയുന്നവർക്ക് പറയാം. പക്ഷേ ഹൃദയത്തിൻ്റെ തട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കുന്ന തന്നെയാണ്. അവൻ കരയും, അവന് ശബ്ദം ഉയർത്തി നിലവിളിക്കും, അവൻ ഉറക്ക ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ ഉറക്കം വിളിച്ചപേക്ഷിക്കാൻ ആരും ലജ്ജിക്കണ്ട, ആരും അതിനു വേണ്ടി അയ്യോ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയ മോശമാണെന്ന് വിചാരിക്കരുത്. നീ ഉറക്കം വിളിക്കുമ്പോൾ അവൻ നിനക്ക് ഉത്തരം പറഞ്ഞു. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നാ വേദന വരണം, നിന്റെ അകത്തുനിന്ന് ആ വിളി വരണം, നിന്റെ അകത്തുനിന്ന് ആ പ്രാർത്ഥന വരണം. അങ്ങനെയെങ്കിൽ അവൻ നിന്നോട് കൃപ ചെയ്യും. എന്നോട് കൃപ എനിക്ക് ഉത്തരമല്ലണമേ. അപ്പോൾ ദൈവത്തിൽ നിന്നൊരു കൽപ്പന വന്നു, എൻ്റെ മുഖം അന്വേഷിപ്പിക്കും. അത്ര ദൈവം പറയുന്നുള്ളൂ. എല്ലാ പ്രതികൂലങ്ങളിലും ദൈവം ഒറ്റ കാര്യം പറയത്തുള്ളൂ, എൻ്റെ മുഖം അന്വേഷിപ്പിക്കും. അവിടെ ഇവിടെ നോക്കണ്ട, അവരെ ഇവരെ നോക്കണ്ട. സഹായിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോകും, സപ്പോർട്ട് ചെയ്യാമെന്നവർ നേർ കൂടെ നിൽക്കുന്നില്ല. ഇന്ന് ശത്രുക്കളായി നടക്കുന്നവർ, വൈരികളായി നടക്കുന്നവർക്ക് നിനക്ക് വിരോധമായുള്ള ഗൂഢാലോചനകൾ ചെയ്യുന്നവരാണ്. ഇന്ന് സ്നേഹിതരായി നടക്കുന്നവർ നാളെ ശത്രുക്കളായെന്ന് വരാം. പക്ഷേ ദൈവം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിക്കുകയും എന്ന ഒരു കൽപ്പന ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു. നമ്മൾ വന്നിരിക്കുന്ന കർത്താവേ, തിരുമുഖം അന്വേഷിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിടുതൽ, അവിടുത്തെ സന്നിധിയിലേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്വാസം, അവിടുത്തെ സന്നിധിയിലുള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം. അറിയാവുന്ന ദൈവജനം കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി ഏറ്റവും വലിയ ദുഃഖാനുഭവം അതാണ്. ഷായിയുടെ മക്കൾ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്ന തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക എന്ന ദൈവം ശൗമയ പ്രവാചകനോട് പറഞ്ഞു. ശൗമയ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് വന്ന് ഷായുടെ വീട്ടിൽ ചെന്നു. ഷായോട് പറഞ്ഞതിൻ്റെ എല്ലാ മക്കളെയും വരുത്തും. 8 ആൺമക്കളുണ്ട്, 8 മക്കളെയും വരുത്താൻ പറഞ്ഞു. എല്ലാ മക്കളെയും 8 എന്ന് പറഞ്ഞില്ല, എത്ര മക്കളുണ്ടോ അത്രയും മക്കളെ വരുത്താൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നല്ല പൊക്കവും പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള മക്കളുണ്ട്. എലിയാബ് എന്ന് പറയുന്ന ആളുടെ മൂത്തമാണ്. അതിൽ കയറി വന്നപ്പോൾ പ്രവാചകനെ ശമൂവേൽ പ്രാർത്ഥിച്ചു നോക്കിയില്ല. അന്നേരം പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞ ഇശായുടെ മക്കളുടെ ഇതിനെ കണ്ടെന്നല്ല ഇവനായിരിക്കും എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ അഭിഷക്തൻ ഇതാ എന്നും പറഞ്ഞ് ശമൂവേൽ പറയാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, നീ അവൻ്റെ പൊക്കവും അവൻ്റെ വണ്ണവും നോക്കരുത്, ഞാൻ അവനെ അല്ല തിരഞ്ഞെടുത്തത്. അടുത്ത മകൻ വന്നു 7 മക്കൾ വന്നപ്പോഴും ദൈവം പറഞ്ഞു, ഞാൻ അവരെയല്ല തിരഞ്ഞെടുത്തത്. എല്ലാ മക്കളെയും വരുത്താൻ പറഞ്ഞതാ. 7 മക്കളും വന്നിട്ടുണ്ട്. ഷായിഡ് ചോദിച്ചു, ശമൂവേൽ എന്നിട്ട് നിനക്ക് വേറെ മക്കൾ വല്ലയിടത്തും ഉണ്ടോ? ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുക, ആടുകളെ നോക്കാനായിട്ട് അവനെ വിട്ടിരിക്കുക. വേറെ കൂലിക്കാരുണ്ടെങ്കിലും ഉടമസ്ഥൻ എന്ന നിലയിൽ ഈ ബാലകനാണ് അതിൻ്റെ കൂടെ നടക്കേണ്ടത്. വേഗം ആളയച്ച് അവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഈ പന്തിയിൽ ഇരിക്കത്തില്ല. ഈ തൈലക്കൊമ്പിനുള്ള തൈലം
ശമൂവേൽ മനസ്സിൽ പറഞ്ഞു, ഇത് അവൻ്റെ തലയിൽ വീഴാക്കുക. ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവം കണ്ടിരിക്കുന്ന ആരെയാണെന്ന് എനിക്കൊന്ന് കാണണം. ദാവീദ് ഏറ്റവും ഇളയ ആളാണ്. അവൻ്റെ അപ്പനവനെ ഓർത്തില്ല, അവൻ്റെ അമ്മയവനെ ഓർത്തില്ല. അപ്പനവനെ വിളിക്കാനെന്നപ്പോൾ അമ്മ പറയണത് 8 പിള്ളേരെയല്ലേ ദൈവം നമുക്ക് അവനെ കൂടെ വിളിക്കാൻ പറഞ്ഞില്ല. ചേട്ടന്മാരാരും പറഞ്ഞില്ല. അവൻ ആ കുടുംബത്തിൽ ഏറ്റവും തഴയപ്പെട്ടവനായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. അതിനെക്കുറിച്ച് ദാവീദ് ഓർത്തുകൊണ്ട് എഴുതുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്ന് ഉപേക്ഷിച്ചു. എങ്കിലും ദൈവം പറഞ്ഞു, അവൻ വരട്ടെ. അവൻ വന്നപ്പോൾ പവിഴ നിറമുള്ളവൻ, കോമള രൂപൻ, ആടുകളെ മേയ്ക്കുന്നവർ ധരിക്കുന്ന അല്പമായ വസ്ത്രവും ആടുകളുടെ കൂടെ ഉണ്ടാകുന്ന ദുർഗന്ധമൊക്കെ ആയിട്ട് കയ്യിലൊരു കണ്ണിയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു പച്ച ഇടയ ചെറുക്കം വരുന്നു. നീ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. അവനാണ് ഇസ്രായേലിൻ്റെ രാജാവ്. മനുഷ്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ നീ തള്ളപ്പെട്ടവനാണെങ്കിൽ സ്വർഗം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിന്റെ പേരുണ്ട്. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല നിനക്കുള്ളത്. മഹാദൈവം തിരഞ്ഞെടുത്ത്. എന്ന് തിരഞ്ഞെടുത്തു? നീ ജനിക്കുന്നതിന് മുമ്പ്. എന്ന് തിരഞ്ഞെടുത്തു? നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുമ്പ്. എന്ന് തിരഞ്ഞെടുത്തു? മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ്. എന്ന് തിരഞ്ഞെടുത്തു? ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്. എന്ന് തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. വെറുതെ ഈ കസേരയിലിരിക്കുകയല്ല. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം തൻ്റെ സഭയിൽ നീ ആയിരിക്കാൻ നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പനെ ഉപേക്ഷിച്ചെന്ന് വരാം, അമ്മ ഉപേക്ഷിച്ചെന്ന് വരാം, സഹോദരങ്ങളൊക്കെ കൈവിട്ടെന്ന് വരാം. പക്ഷേ നിന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 12-ാം വാക്യം, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളും ക്രൂരത്വം നിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു. വൈരികളുടെ താല്പര്യം നിന്റെ നാശമാണ്. വൈരിയുടെ താല്പര്യം നിനക്ക് ദോഷമുണ്ടാകണം, നിനക്ക് ആപത്തുണ്ടാകണം, നീ ഇല്ലായ്മ ചെയ്യണം. പ്രാർത്ഥിക്കുക, എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഒരിക്കലും നിന്റെ ശത്രുവിൻ്റെ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നിനക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയും വിജയിക്കത്തില്ല. നിനക്കെതിരായിട്ടുള്ള ഒരു പ്ലാനിങ്ങും നടക്കത്തില്ല. കള്ളസാക്ഷികൾ വന്നോട്ടെ, ക്രൂരത്വം വിശ്വസിക്കുന്നവർ വന്നോട്ടെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. വൈരികളുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഈ സഭയുടെ ഇഷ്ടം എന്തായിരുന്നു? ഏലിയാവിനെ കൊല്ലുക. അതുകൊണ്ട് പേടിച്ചോടി. ഞാൻ ഒരുത്തൻ മാത്രം ഇപ്പോൾ പ്രവാചകനായിട്ടുള്ളതെന്ന് ദൈവത്തോട് പറയുക. എല്ലാവരും ബാലിൻ്റെ മുമ്പിൽ പൊട്ടുമടക്കി. ദൈവം പറഞ്ഞില്ല, 7000 പേരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളറിയാൻ വയ്യാത്ത ആയിരക്കണക്കിന് ആളുകൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഔർഷൻ TV ചാനലിലൂടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ വിവിധ ജാതി മതസ്ഥരാണ്. ഒരു മനസ്സാന്തപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, ഒരു ദൈവസനിലേക്ക് വരുന്നു. ദൈവം ഒരുക്കി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ അവരെ കാണുന്നില്ല. പക്ഷേ ഈ കോവിഡൊന്ന് കഴിയട്ടെ, വലിയൊരു ആത്മീയ ഉണർവുണ്ടാകാൻ പോകുക. ഈ കോവിഡിൻ്റെ ശക്തി ഈ കൊല്ലം കൊണ്ട് തീരും. ഡിസംബർ 31 ആകുമ്പോൾ കോവിഡിൻ്റെ ശക്തി തീരും എന്ന് ഞാൻ വിശ്വസിക്കുക. 21 ദിവസം ഉപവാസ പ്രവർത്തനം നടക്കുക. അതൊരു വിഷയമാണ്. കോവിഡ് എത്രയോ മനുഷ്യരെ, സാധാരണ മനുഷ്യരെ സമയത്തിനു മുമ്പ് മരണത്തിന് അയച്ചു. അത് നീണ്ടു നിൽക്കാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. ദേശത്തിന് സൗഖ്യം വരുത്തക്കണം. ദേശത്തിന് ഇടിവിൽ നിൽക്കാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. ഇത് മാറിപ്പോകുമ്പോൾ അവിടെ ഇവിടെ ഒളിച്ചിരുന്ന ദൈവത്തെ ഇന്ന് വിളിക്കുന്ന ആളുകൾ വെളിയിലേക്ക് വരും. കേരളം മുഴുവൻ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പൗരുഷനിലേക്ക് ആളുകൾ വിളിക്കുന്നുണ്ട്. വിവിധ ജാതി മതസ്ഥരുണ്ട്. ഇതിനകത്ത് ഞാൻ പരസ്യമായി പറയുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിഭാഗങ്ങൾപ്പെട്ട ആളുകൾ അവർ ദൈവവചനം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞങ്ങളിപ്പോൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഒരു വലിയ സംഭവം നടക്കാൻ പോകുകയാണ്. വൈരിയുടെ ഇഷ്ടം എന്താണ്? ഈസബേലിനെ ഇഷ്ടം ഏലിയാവിനെ കൊല്ലണമെന്നാണ്. ഏലിയ ഓടിപ്പോയി, ഒത്തിരി ദൂരം ഓടി. ഇസ്രായേൽ എന്ന രാജ്യം, വടക്കേ രാജ്യം, അവിടെ തെക്കേ രാജ്യമായ യഹൂദ രാജ്യം, അതും കുറുവെ കടന്നു ഓടി. യഹൂദ രാജ്യവും കിടന്നാൽ പിന്നെ മരുഭൂമിയാണ്, ബേർശബ മരുഭൂമി. ആ മരുഭൂമിയിലും പിന്നെ അവൻ ഓടി, പേടിച്ചോടുകല്ലേ. ഓടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നപ്പോൾ
അവിടെ അവൻ്റെ മുഖം വിരിച്ചിട്ടിട്ട് അതേ കിടന്ന്, മതി ദൈവമേ, എൻ്റെ ജീവനെ എടുക്കണമേ, എന്നെ കൊല്ലാൻ ഈസബേൽ നോക്കുന്നു. കർമ്മേലിൻ്റെ മുകളിൽ തലേ ദിവസം 2-3 ദിവസം മുമ്പ് കള്ളപ്രവാചകങ്ങളെ വെല്ലുവിളിച്ചവനാ, പ്രാർത്ഥിച്ച് തീയിറക്കിയവനാ, പ്രാർത്ഥിച്ച് മഴ പെയ്ച്ചവനാ. പക്ഷേ ഭയന്നുപോയി. മനുഷ്യനെ ഭയം കയറി പിടിക്കും. എത്ര വലിയ ആളുകളാണെന്ന് പറഞ്ഞാലും പേടി കയറി പിടിക്കും. പേടിച്ചു പോയി. ദൈവത്തിന് മനസ്സിലായി, അവൻ ഓടി വരികയല്ലേ, ഇത്ര ഓടി ക്ഷീണിച്ച് വന്നതല്ലേ. അവൻ അപ്പവും വെള്ളം കൊടുത്തേക്കാൻ ദൂതനോട് പറഞ്ഞു. അപ്പവും വെള്ളം കൊടുത്തു. അത് പിന്നെയും കിടന്നുറങ്ങി. പിന്നെയും കൊടുത്തു അപ്പവും വെള്ളം. നിനക്ക് ദൂരയാത്ര ചെയ്യാറുണ്ട്. എൻ്റെ ആവശ്യം അറിയാൻ ദൈവത്തിന്. ഈസബേൽ നിന്നെ കൊല്ലത്തില്ല. നീ ഈ അടുത്ത കാലത്തൊന്നും മരിക്കത്തുമില്ല. നീ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള ആളാണ്. നീ ശരീരത്തോടെ മരണം കാണാതെ എടുക്കപ്പെടാനുള്ള ആളാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. ആ പദ്ധതി തിരിച്ചറിയാതെയാണ് മണ്ടൻ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം അനുകൂലമായ മറുപടി കിട്ടാത്തതുകൊണ്ട് സ്തോത്രം ചെയ്യണം. കാരണം ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എൻ്റെ വൈരിയുടെ ഇഷ്ടത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. പ്രിയ കർത്താവേ, അവിടെ ജനത്തിനായിട്ട് സ്തോത്രം. നല്ലൊരുമായി പരിപാലിച്ചല്ലോ. ഈ മഹാമാരിയുടെ കാലത്ത് ഒരാൾ പോലും നഷ്ടപ്പെടാതെ അവരെ സൂക്ഷിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെ സഹായിക്കണേ, അവരെ അനുഗ്രഹിക്കണേ, അവരെ സൗഖ്യമാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.